ഹലോ ഫ്രണ്ട്സ്, ബ്രാൻഡിങ് ഇൻ സെൻസു എപ്പിസോഡ് 24, അതായത് ഫൈനൽ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ CEO ലേഡി എന്ന് പറയുന്നത് മുന്നത്തെ ഒരു CEO ആയിരുന്നു. അതിനുശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആള് മാറി നിന്നിരുന്നു എന്നൊക്കെ പല എപ്പിസോഡിലും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇയാളെ വീണ്ടും സെഗ്ഗി ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ CEO ലേഡിയെ പുതിയ ഡയറക്ടറായി നിയമിച്ചുകൊണ്ട് ഒരു സ്പീച്ച് ഒക്കെ അങ്ങ് നടത്തുന്ന ടൈമിലാണ് അങ്ങോട്ട് നയോനയും യുൻഹോയും മറ്റും അങ്ങ് വരുന്നത്. അതും ഒരു വലിയ ബൊക്കെയായിട്ട്. ഇവരെ കാണുന്നതും CEO ലേഡി സ്പീച്ച് ചെയ്യുന്ന ടൈമിൽ നന്നായി വിറയ്ക്കുന്നുണ്ട് കേട്ടോ. സ്റ്റേജിലേക്ക് വരുന്ന നയോനയാണെങ്കിൽ കുറേ കാലമായിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഈ സ്പീച്ച് പഠിച്ചു വെച്ചിട്ട്, എന്നിട്ടും നിങ്ങൾ നന്നായി വിറയ്ക്കുന്നുണ്ടല്ലോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇവിടേക്ക് വന്നേന്ന് CEO ചോദിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് യുൻഹോ നയോനയുടെ കൂടി ഇപ്പം എത്തിയതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. അതായത് യുൻഹോയെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് നയോനയും ലീയും ഒക്കെ കാറിൽ ഓടിച്ചങ്ങ് എത്തുന്നതും ഇവര് ശരിക്കും യുൻഹോയെ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ആ ടൈമില് അവിടെയുള്ള യൂമിയോടാണെങ്കിൽ നയോന, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു, എനിക്കൊരു ഗോള് അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ തെറ്റാണെന്ന് പറയുമ്പോൾ യൂമിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ. യൂമിയാണെങ്കിൽ നിൻ്റെ തെറ്റല്ല, എല്ലാം എൻ്റെ തെറ്റായിരുന്നു, കാര്യങ്ങളെല്ലാം ശരിക്കല്ല പോകുന്നതെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തീരെ അറിയില്ലായിരുന്നു, അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മുന്നത്തെ ഒരു സീൻസ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടായിരിക്കാം നീ അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ എനിക്ക് നിന്നോട് ഒരുപാട് ദേഷ്യം തോന്നിയത് എന്ന് യൂമി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒന്ന് സെറ്റ് ആകുന്നുണ്ട്. പിന്നീട് ഇവൾ യുൻഹോയുടെ കെട്ടൊക്കെ അഴിക്കുന്നതും ലേറ്റ് ആയതിന് സോറിയൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ യൂമി ആണെങ്കിൽ, അല്ല ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറയുമ്പോൾ അവിടെ മിസ്റ്റർ നാമിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേട്ടോ. അതായത് നയോന നേരത്തെ മിസ്റ്റർ നാമിനെ മീറ്റ് ചെയ്യുന്നതും നിങ്ങൾ എൻ്റെ സീനിയർ അല്ലേ, എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യില്ലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് വട്ടല്ലേ എന്ന് നമ്മുടെ മിസ്റ്റർ നാമ് പറയുന്നുണ്ട്. അപ്പോൾ നയോനയാണെങ്കിൽ താനും യൂമിയും കൂടിയിട്ടല്ലേ ആ ജെറ്റുകാരുടെ പ്രൊജക്റ്റ് അടിച്ചു മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എന്താ ജൂനിയറെ വേണ്ടേ, എന്ത് സഹായം വേണ്ടേന്ന് പറഞ്ഞ് ആള് ഉടനെ തന്നെ പ്ലേറ്റ് അങ്ങ് കമഴ്ത്തുന്നുണ്ട്. അങ്ങനെ മിസ്റ്റർ നാമിനെ ഇവരെ ഫോളോ ചെയ്യാൻ ഏൽപ്പിക്കുന്നതും മിസ്റ്റർ നാമാണ് ഈ ലൊക്കേഷൻ നയോനയ്ക്ക് അയച്ചു കൊടുക്കുന്നത്. യുൻഹോയാണെങ്കിൽ കയ്യിലുള്ള ഒരു വോയിസ് റെക്കോർഡർ നയോനയ്ക്ക് കൊടുത്ത് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടെന്ന് അവിടെ പറയുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. നയോനയാണെങ്കിലോ CEO ലേഡിയോട് നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ മൈക്ക് എടുത്തിട്ട് നമ്മുടെ ഡയറക്ടർ ഹാൻജിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ജീവിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ അത് മറികടക്കാനായി അതിലും വലിയ കോൺട്രവേഴ്സി കൊണ്ടുവരുന്നു, ഇതിലൂടെ നിങ്ങളുടെ ഇമേജ് ഒന്നും മാറാൻ പോകുന്നില്ല, വീണ്ടും അത് മോശമായിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഡയറക്ടർ ഹാൻജിയാണെങ്കിൽ നയോന എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് പൊട്ടം കളിക്കുന്നുണ്ട്. അപ്പോൾ നയോനയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇമേജ് മൊത്തത്തിൽ മാറാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം, അങ്ങനെയാണെങ്കിൽ ഈ CEOയുടെ ഇപ്പോൾ കിട്ടിയ പൊസിഷൻ എനിക്ക് തരുമെന്ന് അവിടെ ചോദിക്കുന്നതും CEO ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. ആ ടൈമിൽ ലീയും ലെക്സും ഒക്കെ ആ പ്രൊജക്റ്റ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതായത് സെങ്സു ലോക്കലൈസേഷൻ പ്രൊജക്റ്റ് എന്നായിരിക്കും അതിൻ്റെ പേര്. അതായത് ആ സെങ്സുവിൽ തന്നെയുള്ള ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചേഴ്സും അതൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഈ പദ്ധതി. അത് മാത്രമല്ല ഒരുപാട് ചെറുകിട വ്യവസായികളുണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊമോഷനും ഒക്കെ നമ്മുടെ ഹാൻജെ സഹായിക്കുകയാണെങ്കിൽ അത് വലിയ തരത്തിൽ തന്നെ ഒരു ന്യൂസ് ആവുകയും കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തന്നെ മാറും എന്നൊക്കെ പറയുന്ന ടൈമിൽ ഡയറക്ടർ ഹാൻജയ്ക്ക് ഇതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഡയറക്ടർ ഹാൻജി അവിടെ പറയുമ്പോൾ CEOക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ലല്ലോ. ഇത് എന്തൊക്കെ ഇവിടെ കാണിക്കുന്നത്, ഇവളൊരു ക്രിമിനലാണ്, പോലീസിനെ വിളിക്കുമെന്ന് പറയുന്ന ടൈമിൽ അവിടെ മറ്റൊരു വോയിസ് ക്ലിപ്പാണ് പ്ലേ ചെയ്യുന്നത്. അതായത് നേരത്തെ യുൻഹോ വോയിസ് റെക്കോർഡ് ചെയ്ത ഒരു വോയിസ് ക്ലിപ്പായിരിക്കും അത്. അതായത് ഇവനെ കെട്ടിയിട്ട സമയത്ത് ഇവൻ 5 വർഷം മുന്നത്തെ ആ ബാൻഡി കാൻഡിൽസിന്റെ പ്രൊജക്റ്റ് നിങ്ങളല്ലേ തെറ്റുകാരി എന്നൊക്കെ ചോദിക്കുന്നതും നമ്മുടെ CEO ലേഡിയാണെങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന കാര്യമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് 5 വർഷം മുന്നേ ഉണ്ടായ ബാൻഡി കാൻഡിൽസിന്റെ ആ പ്രൊജക്റ്റിനെ പറ്റിയും അതുപോലെ ഇവളെ ആക്രമിക്കാൻ നോക്കിയ ആ പോപ്പപ്പ് സ്റ്റോറിന്റെ കാര്യമില്ലേ അതും, എന്തിന് ഇപ്പോൾ ഡയറക്ടർ ഹാൻജയ്ക്ക് ഒരു വിവാദം ഉണ്ടായല്ലോ, ആ വിവാദം വരെ ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഫേക്ക് ആണെന്ന് ഈ CEO അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ഹാൻജയുടെ കിളി പോവുകയാണ്. അതായത് ഈ വിവാദം സൃഷ്ടിച്ചത് തന്നെ CEO ലേഡിയാണെന്ന് ഇയാൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഡയറക്ടർ ഹാൻജയാണെങ്കിൽ ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ച് മൈക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുമ്പോൾ CEO ലേഡിയാണെങ്കിൽ ഇതെല്ലാം നുണയാണ് സാറേ എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്നുണ്ട്. ഇതൊന്നും സത്യമല്ല, എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് CEO അവിടെ പറയുന്ന ടൈമിൽ ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം എന്നാണ് ഡയറക്ടർ തിരിച്ചു ചോദിക്കുന്നത്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന മിസ്റ്റർ ചായി ആണെങ്കിൽ ഇതൊന്നും ഫേക്ക് അല്ല, എല്ലാം സത്യമാണ്, പോപ്പപ്പ് സ്റ്റോറിൽ വെച്ചിട്ട് നയോനയെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണ്, അത് CEO ലേഡി പറഞ്ഞിട്ടാണെന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഡയറക്ടർക്ക് കിളി പോകുന്നുണ്ട്. ആ ടൈമിൽ നയോനയും മറ്റും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. മിസ്റ്റർ ചായ് ഇങ്ങനെ പ്രതികരിക്കുന്ന CEO ലേഡി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആൾക്കാകെ ദേഷ്യം വന്ന് നയോനയെ ആക്രമിക്കാൻ പോകുമ്പോൾ യൂമിയും മറ്റും തടയുന്നുണ്ട്. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്
കാണിക്കുന്നതെന്ന് CEO ലേഡി ചോദിക്കുമ്പോൾ എന്താ എനിക്കിങ്ങനെയൊന്നും കാണിച്ചൂടെ, എന്നെ എന്താണോ ചെയ്തത് അതാണ് ഞാനിപ്പോൾ തിരിച്ചു ചെയ്തതെന്ന് നയോന അവിടെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ചു കാലം ഇൻവെസ്റ്റിഗേഷന്റെ പിന്നാലെ നടന്ന് ജയിലിലെ അഴി എണ്ണാമെന്ന് നയോന പറയുമ്പോൾ നമ്മുടെ CEO ലേഡിയുടെ സമനില ആകെ തെറ്റുന്നുണ്ട്. നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് ഉറക്കി ചിരിക്കുന്നതും അതിനുശേഷം യുൻഹോയെ നോക്കി നിന്റെ ഗേൾഫ്രണ്ട് മരിക്കാൻ കാരണം നീ തന്നെയാണ്, അവളെ കൊന്നത് ഞാനാണ് എന്നവിടെ പറയുന്നുണ്ട്. ഈ ടൈമിൽ യുൻഹോ ആകെ ഇമോഷണൽ ആകുന്നതും നയോനയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ യുൻഹോ ഈ CEO ലേഡിയെ തല്ലാൻ വരുന്നതും ഇവരെല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. നയോനയാണെങ്കിൽ കാമാവാൻ ഇവനോട് പറയുന്നുണ്ട് കേട്ടോ. യുൻഹോയാണെങ്കിലോ ഈ ലേഡിയോട് അവസാനം നിങ്ങൾ തന്നെ എല്ലാം സമ്മതിച്ചു അല്ലേ, എന്തായാലും നിങ്ങളെ പോലെയുള്ളൊരു വ്യക്തിയല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നില്ല എന്നവിടെ പറയുന്നതും പോലീസാണെങ്കിൽ ഉടനെ തന്നെ അവിടെ എത്തിയിട്ട് ഈ ഒരു മർഡർ അറ്റംപ്റ്റ് പ്ലാൻ ചെയ്തുവല്ലോ, അതിൻ്റെ പേരിൽ ഈ CEO ലേഡീനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർ മര്യാദയ്ക്കൊന്നും പോകാൻ കൂട്ടാക്കുന്നില്ല. ഈ പോലീസുകാരാണെങ്കിൽ മിസ്റ്റർ ചായോടും കൂടെ വരാൻ പറയുന്നുണ്ട്. പിന്നീട് നയോനയാണെങ്കിലോ നീ നന്നായി തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തു എന്ന് പറഞ്ഞ് യുൻഹോയെ ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ടൈമിൽ ലീയും ലെക്സും ജെന്നിയും ഒക്കെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ വന്ന് യൂമിയെയും കൂട്ടി ഹഗ് ചെയ്യുന്ന ഒരു നല്ല സീനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് നയോന ഡയറക്ടർ ഹാൻജയെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഡയറക്ടർ പറയുന്നുണ്ട് എൻ്റെ പേരിൽ ഓരോ വിവാദങ്ങൾ ഉണ്ടാകുന്ന ടൈമിൽ ഈ CEO ലേഡി അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാറുണ്ട്. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നതും അതുപോലെ നയോന നേരത്തെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ നയോനയാണെങ്കിലോ ഈ CEO ലേഡി കാരണം തൻ്റെ ഇമേജ് ഇപ്പോൾ മൊത്തത്തിൽ തകർന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇതൊന്ന് ശരിയാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരുമെന്ന് പറയുന്നതും നമ്മുടെ ഡയറക്ടറാണെങ്കിൽ ഒരു വിവാദത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു നല്ല വിവാദം വന്നാൽ മതി എന്ന് ചിരിച്ചുകൊണ്ട് അവിടെ പറയുന്നതും പിന്നീട് ഇവരുടെ ഓഫീസിലെ നോട്ടീസ് ബോർഡിലെ CEO ലേഡിയുടെ, അതായത് ആൾക്കിപ്പോൾ ഒരു പൊസിഷൻ കൊടുത്തു, അപ്പം തന്നെ അത് റിസൈൻ ചെയ്തു, ആ പൊസിഷൻ നമ്മുടെ നയോനയ്ക്ക് കൊടുക്കുന്നതും ആ ലേഡിയെ ഡിസ്മിസ് ചെയ്തു എന്നൊക്കെ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മിസ്റ്റർ നാമിനും ടീമിനും അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. യൂമിയാണെങ്കിലോ നയോനയുടെ കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് ഇത് പിന്നീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഹാപ്പിയായി ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതും നയോനയാണെങ്കിൽ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ട് എന്ന് യൂമി ചോദിക്കുന്നുണ്ട്. എൻ്റെ റൂമിലേക്കെന്ന് നയോന പറയുമ്പോൾ ആഹാ അപ്പം അതറിയത്തില്ല, CEOക്ക് അങ്ങനെ റൂമൊന്നുമില്ല, അതൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞു, ഇനി ഞങ്ങളുടെ കൂടെ വേണം വർക്ക് ചെയ്യാൻ എന്ന് പറയുമ്പോൾ നയോനയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂമിയാണെങ്കിൽ ഇത് കൊള്ളാലോ, സെങ്സോ ഏജൻസിയിലെ യങ്ങസ്റ്റ് CEO സ്റ്റാഫ്സിൻ്റെ കൂടെ ഇറങ്ങി വന്ന് വർക്ക് ചെയ്യുന്നു, ഇതെന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് യൂമിയാണെങ്കിൽ സെൽഫി എടുക്കാൻ നിൽക്കുന്നതും മിസ്റ്റർ നാം ആണെങ്കിൽ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന യൂമിയാണെങ്കിൽ താനൊന്ന് ഇറങ്ങി പോകുമെന്ന് ചോദിക്കുമ്പോൾ ആൾ കൂളായിട്ട് സെൽഫിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നതും ഇവർ നന്നായി സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നയോന നോക്കുമ്പോൾ യുൻഹോ ഇവളെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ യുൻഹോ എന്തോ ഒരു ഹാപ്പി ഒന്നും ആയിരിക്കില്ല. ഇവനാണെങ്കിൽ പിന്നീട് അണ്ടർഡോഗ് ടീമിൽ ഇവർ മുന്നേ വർക്ക് ചെയ്ത ആ പ്ലേസിലേക്ക് പോകുന്നതും അവിടെ പോകുമ്പോൾ ഫോട്ടോയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ. അതുപോലെ ഇവൻ അവിടെ ഇമോഷണലായി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് നയോന എത്തുന്നുണ്ട്. CEO ലേഡി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണോ നിനക്ക് ഇത്ര വിഷമം എന്ന് നയോന ചോദിക്കുമ്പോൾ അതെ എന്ന് യുൻഹോ മറുപടി പറയുന്നുണ്ട്. അതുപോലെ യുൻഹോ അവിടെ പറയുന്നുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും തോറും എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരികയാണ്. പക്ഷേ എനിക്കറിയാം ഞാൻ ആ ലേഡിയെ പോലെയുള്ള ഒരാളല്ല, അങ്ങനെയൊന്നും പെരുമാറാൻ എനിക്ക് കഴിയില്ല എന്ന്. പക്ഷേ എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ്, എനിക്ക് എൻ്റെ മൈൻഡ് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നയോനിക്ക് ശരിക്കും സങ്കടമാകുന്നുണ്ട്. ഇവളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോഴേക്കും യുൻഹോ ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവളെ സമാധാനിപ്പിക്കുന്നതും ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് യുൻഹോ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെ ഹഗ് ചെയ്യുന്നതിലൂടെ ഒരു നൈസായിട്ടുള്ളൊരു സീൻ അവിടെ അവസാനിക്കുന്നുണ്ട്. അതിനുശേഷം നയോനയാണെങ്കിൽ ഇവളുടെ വീട് മൊത്തം ക്ലീൻ ആക്കുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിച്ചത് കൊണ്ട് തന്നെ ഇവൾ ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റുന്നതും അതിനുശേഷം വീട്ടിലെ ചെടിയൊക്കെ കാണുമ്പോൾ യുൻഹോയെ ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ അവിടെ ഒരുപാട് മദ്യക്കുപ്പികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഇവൾ വാഷ് ബേസിൽ ഒഴിച്ച് കളയുന്നുണ്ട്. അതുപോലെ ഇവൾ ആവശ്യമില്ലാത്ത ഒരുപാട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് കളയുന്നുണ്ട്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ പുതിയ വർഷം കമ്പനിയിലേക്ക് പുതിയ ട്രെയിനീസ് വരുമ്പോൾ അവരെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ആരാ, നമ്മുടെ യുൻഹോയുടെ കൊളീഗ്സായ പണ്ടത്തെ ട്രെയിനീസ് ആയിരിക്കും കേട്ടോ. അവരിപ്പോൾ ട്രെയിനീസ് ആവത്തില്ലല്ലോ. ഈ ടൈമിൽ ഇതൊക്കെ കാണുന്ന ലെക്സ് ആണെങ്കിൽ വന്ന ട്രെയിനീസിൽ ഹാൻസം ആയിട്ടുള്ള ഒരാൾ പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ലീ ആണെങ്കിൽ അത് ശരിയാ, അതൊക്കെ യുൻഹോ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഓളം തന്നെയായിരുന്നു, അവനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ പറയുന്നതും. അല്ല നയോന എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജെന്നി ആണെങ്കിൽ നയോന മാനേജർ യൂമിയുടെ കൂടെ ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. അതായത് നയോന CEO ആയപ്പോൾ യൂമി സ്വാഭാവികമായിട്ട് മാനേജറായിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഇവർ രണ്ടുപേരും ഒരു ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടക്കുന്നതും ആ ടൈമിൽ യൂമിക്ക് മിസ്റ്റർ നാമിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് മീറ്റിങ്ങിൻ്റെ ടൈം മാറ്റി എന്ന് പറഞ്ഞ് ഇയാളുടെ പണ്ടത്തെ അസുഖം തന്നെ. ഇത് കാണുന്ന യൂമിയാണെങ്കിൽ ഇയാളെ കുറച്ച് ചീത്തയും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യണമായിരുന്നു, സോറി എന്ന് പറയുമ്പോൾ നയോനയാണെങ്കിൽ
അതിന് നിന്റെ മാത്രം തെറ്റല്ലല്ലോ, ഞാൻ കൂടിയും ചെക്ക് ചെയ്യണമായിരുന്നു. സാരമില്ല, നമുക്ക് നെക്സ്റ്റ് സിഗ്നലിൽ ഇറങ്ങിയിട്ട് നടക്കാം, നല്ല വെതർ അല്ലേ എന്നൊക്കെ പറയുന്നതും അതായത് നയോന നന്നായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ അത്ര ദേഷ്യക്കാരിയൊന്നുമല്ല. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവർ വരുന്ന ടൈമിൽ യുമിയാണെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്, അവിടെ നിന്ന് ഫുഡ് കഴിച്ചാലോ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടെന്നാണ് നയോന അവിടെ പറയുന്നത്. എൻ്റെ ബോയ് ഫ്രണ്ടിനെ നിന്നെ ശരിക്കും പരിചയപ്പെടുത്തി തരണം എന്നുണ്ടായിരുന്നു എന്ന് യൂമി അവിടെ പറയുന്നതും അതിനുശേഷം ആൾ ബായി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. നയോനയാണെങ്കിലോ മീറ്റ് ചെയ്യുന്നത് മിസ്റ്റർ ചായി ആയിരിക്കും കേട്ടോ. കുറേ കാലമായില്ലേ കണ്ടിട്ട്, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ചായി ആണെങ്കിൽ ഇനി മുതൽ ഹരാസ്മെൻ്റ് ഒന്നും ചെയ്യില്ല എന്നും അതുപോലെ പണ്ട് ചെയ്ത കാര്യത്തിനൊക്കെ ഒരു സോറി അവിടെ പറയുന്നുണ്ട്. ആ ടൈമിൽ നയോനയ്ക്ക് റൂട്ടിലൂടെ യുൻഹോ പോകുന്നത് പോലെ തോന്നുകയാണ്. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്ത് ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അതവളുടെ തോന്നൽ മാത്രമായിരിക്കും കേട്ടോ. അന്ന് നൈറ്റിൽ ഇവൾ വർക്ക് ചെയ്യുന്ന സമയത്ത് യുൻഹോയെ വിളിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ വിളിക്കുന്നില്ല. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ലീയും ലെക്സും ആണെങ്കിൽ ഇവൾക്ക് ഒരു എനർജി ബൂസ്റ്ററൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ട്. അവരുടെ പോപ്പപ്പ് സ്റ്റോറിന് വേണ്ടിയിട്ട് ഷൂ ഫാക്ടറി വേണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ CEO മീറ്റ് ചെയ്തു, ആൾ നല്ല സെക്സി ആയിട്ടുള്ള ആളാണ്, നാളെ നീ ആളെ എന്തായാലും മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് മീറ്റ് ചെയ്യണോ എന്ന് നയോന അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്, നീ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്ന് ഇവർ പറയുന്നതും അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരു ഗാർഡനിൽ ഇവൾ ആ CEOനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും അത് മറ്റാരും ആയിരിക്കില്ല, യുൻഹോ ആയിരിക്കും. ഇവളാണെങ്കിൽ ആ ഷൂ ഫാക്ടറി ഒരു പോപ്പപ്പ് സ്റ്റോറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതാരായിരിക്കും? യുൻഹോയാണ്. ഇവൾ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ യുൻഹയാണെങ്കിലും ചിരിച്ചുകൊണ്ട്, ഞാൻ വിചാരിച്ച നയോനയല്ലല്ലോ, ഞാൻ വിചാരിച്ച നയോന ബ്രാൻഡിങ്ങിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ്, അപ്പോൾ എത്തിക്സ് ഒക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് ചിരിയാണ് വരുന്നത്. ഇവളാണെങ്കിൽ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതുപോലെ ഇമോഷണൽ ആകുന്നുണ്ട്. ആ സമയത്ത് യുൻഹോയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയോനയാണെങ്കിലോ, സാറേ ഞങ്ങളുടെ കമ്പനിയിൽ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, എന്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യുൻഹോയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള എല്ലാം ഞാൻ തരും, എന്തിന് എൻ്റെ ആത്മാവിനെ വരെ ഞാൻ തരുമെന്ന് പറയുന്നതും അങ്ങനെ ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്ന ഒരു ക്യൂട്ട് സീനിലൂടെയാണ് ഈ എപ്പിസോഡ് 24 അതായത് ഫൈനൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.